അനധികൃതമായി കയ്യേറി വനഭൂമി ഒഴിപ്പിക്കാനെത്തിയ പോലീസിന് നേരെ പ്രതിഷേധക്കാരുടെ കല്ലേറ്. മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടും ഇവർ ഒഴിഞ്ഞുപോകാൻ തയ്യാറാകാതെ ഇരുന്നതിനെ തുടർന്നുകൊണ്ടാണ് പോലീസ് വലിയ രീതിയിൽ അവിടെ നടപടി സ്വീകരിക്കാൻ അവരെ നിർബന്ധിതരാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നും ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി നിർദ്ദേശം നൽകിയതാണ്. ഇതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി വനഭൂമി കയ്യേറിയവർക്കെതിരെ നടപടി സ്വീകരിച്ചതും. ഉത്തരാഖണ്ഡിലെ ഋഷികേശിലാണ് സംഭവം നടന്നത്. ഈ റിപ്പോർട്ട് വരുന്ന ജനുവരി 5-ന് സമർപ്പിക്കാനിരിക്കെയാണ് ഇപ്പോൾ പ്രതിഷേധകർ ഇത്തരത്തിൽ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ തന്നെ നാട്ടുകാർ പോലീസുമായും വന ഉദ്യോഗസ്ഥരുമായും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രകടനക്കാരാകട്ടെ ഒരു ഹൈവേയും റെയിൽവേ ട്രാക്കും ഉപരോധിച്ചതായും തന്നെ വ്യക്തമാവുന്നുണ്ട്. ഇത് മണിക്കൂറുകളോളം തന്നെ കാര്യമായ തടസ്സമുണ്ടാക്കുകയും ചെയ്തു. ഇതിനു മുൻപും ഇത്തരത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ഉത്തരാഖണ്ഡ് പോലീസും അതേപോലെ തന്നെ അവിടുത്തെ ഉത്തരാഖണ്ഡ് സർക്കാരും നടപടി സ്വീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മൻസ വേദി പ്രദേശത്ത് തന്നെ വൈകുന്നേരം 4 മണിയോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. അവിടെ നാട്ടുകാർ റെയിൽവേ ട്രാക്കുകളിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ഋഷികേശിലേക്ക് പോകുന്ന ബാർമാൻ എക്സ്പ്രസ് ഏകദേശം 4 മണിക്കൂറോളം നിർത്തിവെക്കുകയും ചെയ്തു. ചില പ്രതിഷേധകരാകട്ടെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രക്ഷോഭത്തിനിടെ തന്നെ അവിടെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരെ കല്ലേറ് നടന്നതായും തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഹൈവേയിലും റെയിൽവേ ലൈനിലും ഗതാഗതം ഒടുവിൽ പുനഃസ്ഥാപിക്കുകയും ക്രമസമാധാനം ഉറപ്പാക്കാൻ നഗരത്തിലെ ശ്യാംപൂർ പ്രദേശത്ത് പോലീസ് ഒരു ഫ്ലാഗ് മാർച്ചും നടത്തുകയും ചെയ്തു. ഡിസംബർ 22-ലെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നുകൊണ്ടാണ് ഉത്തരാഖണ്ഡ് സർക്കാർ രൂപീകരിച്ച അന്വേഷണ സമിതിയുടെ നടപടികൾക്കെതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നത്. സംരക്ഷിത വനഭൂമി സർവേ ചെയ്യുക എന്നതാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. ജനുവരി 5-നകം തന്നെ സുപ്രീം കോടതിയിൽ അതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതേസമയം നിയമവിരുദ്ധതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കിടയിൽ പോലും സർവേ തുടരുകയാണ്. ബാപ്പുഗ്രാം, ശിവാജി നഗർ, മീര നഗർ, നന്ദു ഫാം, മാളവ്യ നഗർ, അമിത് ഗ്രാം, മത്സാവേദി എന്നിവിടങ്ങളിലെല്ലാം തന്നെ പ്രദേശങ്ങളിലെ ഭൂമി അളക്കുന്നതിനായി തന്നെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് കമ്മിറ്റി ഫീൽഡ് വർക്ക് തുടങ്ങുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. റിസർവ് വനവിഭാഗത്തിൽപ്പെടുന്ന ഭൂമി ആയതിനാൽ തന്നെ ഇത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും അവിടെ പാട്ടത്തിനെടുത്ത ഭൂമി വില കുറഞ്ഞ സ്റ്റാമ്പ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ഇടപാടുകളിൽ പ്രദേശവാസികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അവകാശവാദങ്ങളുണ്ട്. അതുപോലെ തന്നെ കാണ്ഡ്വാൾ പ്രദേശത്ത് അവിടെ സമർപ്പിച്ച ഹർജിയിലുണ്ടായ വിവാദം അത് വലിയ രീതിയിൽ കോടതിയിൽ എത്തുകയാണ് ഉണ്ടായത്. അനധികൃതമായ ഭൂമി ഇടപാടുകളിൽ നിന്ന് പ്രയോജനം നേടുന്നവരാണ് അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും ഇവരാണ് അന്വേഷണ സംഘത്തിനോട് അവിടെ പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള അല്ലെങ്കിൽ അവിടെ അക്രമാസക്തമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നയിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുതയായി ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.